കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കൃപാപൂരിത ജീവിതം ധന്യൻ മാർവാനോസ് പിതാവിന്റെ വീക്ഷണത്തിൽ. പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ പ്രണയിതാവായ ധന്യൻ മാർവാനോസ് തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകമായ പ്രാർത്ഥനകളും ജാഗരണവും നോമ്പും ഭാഗ്യങ്ങളുടെ കലവറയായ കബറിങ്കിലേക്കുള്ള തീർത്ഥാടന പദയാത്രയും ഒക്കെയായി ഈ തിരുനാളിൽ സംബന്ധിക്കുവാനായി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതത്തിന്റെ നേർവഴികൾ അറിഞ്ഞ് ആ തിരിച്ചറിവിലൂടെ സത്യത്തെ പുൽകുവാൻ സധൈര്യം ആത്മസമർപ്പണം ചെയ്ത ആത്മീയ ആചാര്യനാണല്ലോ ധന്യൻ മാർവാനോസ് തിരുമേനി. ദൈവം വെളിപ്പെടുത്തിയ കാലഘട്ടത്തിന്റെ അനിവാര്യതയെ നെഞ്ചോട് ചേർക്കുവാൻ ജീവിതത്തിന്റെ സുരക്ഷിതത്വവും സ്ഥാനമാനങ്ങളും ത്യജിച്ച് ത്യാഗത്തിൽ നെയ്തെടുത്ത കാഷായ വസ്ത്രം ധരിച്ച് സ്വയം എളിമപ്പെടുത്തി എത്തിയ ആത്മീയ സാധനയുടെ ആൾരൂപമായിരുന്നു അദ്ദേഹം. ആ ആചാര്യന്റെ ആ പുണ്യപിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി ഈ ദിവസം യാചിക്കാം. നമുക്കറിയാം എങ്ങനെയാണ് ധന്യൻ മാർവാനോസ് തിരുമേനി തന്റെ ജീവിതത്തിൽ ഇത്രയും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് സ്വീകരിച്ചത്. എങ്ങനെയാണ് അവിടത്തേക്ക് തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാനും ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ടു പോകുവാനും സാധിച്ചത്. അതിനുത്തരം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം തമ്പുരാന്റെ കൃപയില്ലാതെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ജീവിക്കുവാൻ പ്രയാസമാണ്. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തിരിച്ചറിവിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് കൂദാശകളിൽ അധിഷ്ഠിതമായ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ആരാധന ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുവാനും അനുഷ്ഠിക്കുവാനും അനുധാവനം ചെയ്യുവാനും ധന്യൻ മാർവാനോസ് തിരുമേനിക്ക് കഴിഞ്ഞത്. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ ദാനമാണ്. നമുക്കറിയാം ദൈവത്തിന്റെ സമ്മാനമാണ്, ഔദാര്യമാണ് കൃപ. കൃപയെക്കുറിച്ചുള്ള താത്വിക പഠനങ്ങൾക്കും ദൈവശാസ്ത്ര വീക്ഷണങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവകൃപയെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അർത്ഥം. കൃപയെ നാം ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ജീവിതം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു: ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന അവസ്ഥയാണ് കൃപാവരത്തിന്റെ അവസ്ഥ. ദൈവത്തിന്റെ സ്ഥിര സാന്നിധ്യമാണ് കൃപ എന്ന് നാം മനസ്സിലാക്കണം. പുണ്യശ്ലോകനായ ധന്യൻ മാർവാനോസ് തിരുമേനി തന്റെ അച്ചടക്കപൂർണമായ പ്രാർത്ഥനാപൂർവമായ ആത്മീയ ജീവിതത്തിലൂടെയും കൂദാശ ജീവിതത്തിലൂടെയും ഈ കൃപാവരം സ്വന്തമാക്കി. നമുക്കറിയാം ദൈവത്തിന്റെ സമ്മാനമാണ്, ഔദാര്യമാണ് കൃപ. കൃപയെക്കുറിച്ചുള്ള താത്വിക പഠനങ്ങൾക്കും ദൈവശാസ്ത്ര വീക്ഷണങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവകൃപയെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ അർത്ഥം. കൃപയെ നാം ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ജീവിതം. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന അവസ്ഥയാണ് കൃപാവരത്തിന്റെ അവസ്ഥ. ദൈവത്തിന്റെ സ്ഥിര സാന്നിധ്യമാണ് കൃപ എന്ന് നാം മനസ്സിലാക്കണം. പുണ്യശ്ലോകനായ ധന്യൻ മാർവാനോസ് തിരുമേനി തന്റെ അച്ചടക്കപൂർണമായ പ്രാർത്ഥനാപൂർവമായ ആത്മീയ ജീവിതത്തിലൂടെയും കൂദാശ ജീവിതത്തിലൂടെയും ഈ കൃപാവരം സ്വന്തമാക്കി. ഈ തിരിച്ചറിവാണ് ആ പുണ്യാത്മാവിനെ ധൈര്യത്തോടുകൂടി വെല്ലുവിളികളെ നേരിടുവാനും മുന്നോട്ടു പോകുവാനും പ്രേരിപ്പിച്ചത്. മുണ്ടൻമലയിലെ 400 ഏക്കർ സ്ഥലം ഉപേക്ഷിക്കുവാനും സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർഷിപ്പ് ഉപേക്ഷിക്കുവാനും MD സെമിനാരിയിലെ പ്രിൻസിപ്പൽ സ്ഥാനം തൃണവൽക്കരിക്കുവാനും അദ്ദേഹത്തെ ബലപ്പെടുത്തിയത് ദൈവം ഔദാര്യപൂർവ്വം നൽകിയ കൃപാവരമാണ്. ആ കൃപയുടെ ശക്തിയാണ് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടുകൂടി നേരിടുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. പ്രിയമുള്ളവരെ, ഒരു ചരിത്ര പുരുഷൻ എന്നതിനപ്പുറം ആ പുണ്യാത്മാവിന്റെ ജീവിത ദർശനവും ജീവിത മാതൃകയും ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. പൗരോഹിത്യ ജീവിതവും സമർപ്പിത ജീവിതവും വിശ്വാസ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആ ആചാര്യന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ തമ്പുരാനോട് അടുക്കുവാനും നാം തയ്യാറാകേണ്ടതാണ്. ദൈവകൃപയാണ് ആ പുണ്യശ്രേഷ്ഠനെ ദൈവസമ്പാദനം എന്ന വലിയ കാഴ്ചപ്പാടിലേക്ക് നയിച്ചത്. കൃപാപൂരിതമായ ജീവിതത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധ്യമുള്ളവരായിരിക്കണം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്യാം,
ഞാൻ എവിടെയാണ്? എൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യുവാനുള്ള സമയമാണിത്. ദൈവകൃപ ചോദിച്ചു വാങ്ങുവാൻ കൂദാശാധിഷ്ഠിതവും ദൈവവചനാധിഷ്ഠിതവുമായ ആത്മീയ ജീവിതം രൂപപ്പെടുത്തുവാൻ നമുക്ക് നമ്മളെ തന്നെ സജ്ജരാക്കാം. മാർ ഇവാനിയോസ് തിരുമേനിയെ പോലെ പരിശുദ്ധ അമ്മയുടെ മാർഗം കൈപിടിച്ചുകൊണ്ട് ആ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുവാനും വിശുദ്ധ യൗസേ പിതാവിനെ പോലെ തമ്പുരാന്റെ സ്വരത്തിന് കാതോർക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ വേളയിൽ ആ ആത്മീയ ആചാര്യന്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ ദൈവത്തെ നമ്മുടെ കൈമുതലായി സ്വീകരിച്ച് ദൈവസമ്പാദനത്തിലൂടെ മുന്നോട്ടു പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ച് എന്താണോ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സജീവമായി ഓർമ്മ തിരുനാളിൽ നമുക്ക് ആചരിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സജീവമായ ഓർമ്മ തിരുനാളിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പട്ടത്തൊരു കബറുണ്ടേ, പരിശുദ്ധ സ്ഥലമുണ്ടേ, പാവന പുണ്യാത്മാവായി വാഴും